പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഒക്ടോബർ മാസത്തിന്റെ 24-ാം തീയതി നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ത്രിത്വം ഉത്ഭവ പാപത്തിൽ നിന്നും പ്രത്യേകമായിട്ട് സംരക്ഷിച്ച് ദൈവപുത്രന്റെ അമ്മയാകുവാൻ തിരഞ്ഞെടുത്തു. നമുക്കറിയാം, പരിശുദ്ധ അമ്മ ഈ ഒരു ദൈവത്തിന്റെ വിളിയോട് ഏറ്റവും നന്നായി അതിന്റെ പൂർണ്ണതയിൽ സഹകരിച്ചു എന്നുള്ളതാണ്. ആ ദൈവത്തിന്റെ വിളിക്ക് പ്രത്യുത്തരം കൊടുത്തു. നമ്മൾ ഓരോരുത്തരും മാമോദീസായിലൂടെ വിളിക്കപ്പെട്ട ഒരു വിളിയാണ് സ്വർഗത്തിലെ ചേർന്ന ഒരു ജീവിതം നയിക്കാനുള്ള വിളി. പരിശുദ്ധ അമ്മ ഇന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. ഈ ലോക ജീവിതത്തിന്റെ എല്ലാ സഹനങ്ങൾക്കും, എല്ലാ വേദനകൾക്കും, എല്ലാ കുരിശു മരണത്തിനും അപ്പുറത്ത് നമുക്ക് സ്വർഗമുണ്ട് എന്നും അവിടെ പരിശുദ്ധ ത്രിത്വത്തോടൊപ്പം അതുപോലെ പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മളും ദൈവത്തെ നിത്യമായി ആരാധിക്കുവാൻ നമുക്ക് അമ്മയിൽ ആശ്രയിക്കുന്നതിലൂടെ സാധിക്കുമെന്നുമാണ്. പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുമെന്ന് നമ്മൾ കണ്ടു. ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലുള്ള ഒരു ജീവിതമാണ് ഈ സ്വർഗത്തിന് നമ്മെ എപ്പോഴും യോഗ്യരാക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും നമ്മൾ ശുദ്ധി പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളിലും നല്ല നിയോഗത്തോടുകൂടെ ദൈവത്തെ നമ്മൾ നോക്കിക്കൊണ്ട് നമുക്ക് മുൻപേ നടന്നു നീങ്ങിയ കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെ ഈശോയോടൊപ്പം നിഴൽ പോലെ നടന്ന പരിശുദ്ധ അമ്മ നമ്മോട് പറയുകയാണ്. ഈശോ പറഞ്ഞ അതേ വാക്കുകൾ: നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളെ തന്നെ പരിത്യജിക്കണം, അനുദിന കുരിശെടുക്കണം, എന്റെ പിന്നാലെ വരണം. അമ്മയിൽ തന്നെ പറയാണ്, പുത്രൻ പറയുന്നത് നിങ്ങൾ ചെയ്യും. പുത്രൻ പറയുന്നത് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിത്യമായ സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഞാനിന്ന് സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യപ്പെട്ടതുപോലെ നിങ്ങളും ഈ ഒരു വലിയ പ്രതീക്ഷയിൽ സ്വർഗോന്മുഖരായി ജീവിക്കുന്നതിലൂടെ, സ്വർഗത്തിന് ചേർന്ന ആ പൗരത്വത്തിന് ചേർന്ന ജീവിതം നയിക്കുന്നതിലൂടെ നിങ്ങളും സ്വർഗത്തിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് യോഗ്യത ലഭിക്കും. ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിലൊക്കെ വലിയ സന്തോഷത്തോടൊപ്പം നമുക്ക് ഓർക്കാം, ഇന്ന് അമ്മ സഭയുടെ അമ്മയാണ്. അതുപോലെ തന്നെ അവിടുന്ന് പരിശുദ്ധ അമ്മ സ്വർഗത്തില് നമുക്കായിട്ട് ദൈവമായ കർത്താവ് പരിശുദ്ധ അമ്മയെ ആ സ്വർഗത്തിന്റെ രാജ്ഞിയായിട്ട് അവരോധിക്കുന്ന നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. അപ്പോൾ ഈ അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയാണ്. സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ഈ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടുത്തെ ഓരോ മക്കളും കുരിശിൻ ചുവട്ടില് ഈശോ ബലമേൽപ്പിച്ച ഓരോ മക്കളും നഷ്ടപ്പെട്ടു പോകാതെ പരിശുദ്ധ അമ്മ നമ്മെ പ്രത്യേകമായിട്ട് സംരക്ഷിക്കും. ആ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മളെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ അമ്മയുടെ വിമല ഹൃദയത്തിന് ചേർന്ന മക്കളായി നമ്മളും ഈശോയെ പോലെ നമ്മുടെ ജീവിതത്തിലെ കുറവുകളൊക്കെ പരിഹരിക്കാൻ, കുറവുകളെല്ലാം മാറ്റി അമ്മ നമ്മോട് പറയുന്നത് പോലെ ഈശോയുടെ ശരിയായ ഛായയിലേക്ക് മാമോദീസായിലൂടെ നമുക്ക് നൽകപ്പെട്ട ആ സ്വർഗീയ പരിശുദ്ധി നഷ്ടപ്പെടുത്താതെ ജീവിക്കുന്നതിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 2-ാം അധ്യായം അതിന്റെ 11-ാം തിരുവചനത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: നമ്മൾ അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. പ്രിയമുള്ളവരെ, ഈശോയോടൊപ്പം മരിക്കുക എന്ന് പറഞ്ഞാൽ പാപത്തിന് മരിച്ചൊരു ജീവിതമാണ്. മാമോദീസായിലൂടെ യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഒരു മരണം ഒരു പുതിയൊരു ജീവിതമാണ് ഈശോ നമുക്ക് തന്നത്. നമ്മുടെ കുറവുകളൊക്കെ ഈശോ ഏറ്റെടുത്ത് നമ്മെ അവിടുന്ന് വിശുദ്ധീകരിച്ച് അവിടുത്തെ മക്കളാക്കി മാറ്റി. നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, ദൈവിക ഛായ നമുക്ക് നൽകപ്പെട്ടു. ഈ ലോകത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും എളിമയോടുകൂടെ പരിശുദ്ധാമ്മയെ പോലെ ഇതാ കർത്താവിന്റെ ദാസൻ ദാസി എന്ന് പറഞ്ഞ് ഈശോയെ അനുഗമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലോകവുമായി ഒത്തുതീർപ്പ് നടത്തുന്ന എല്ലാത്തിലും നമ്മൾ അകന്നിരിക്കണം. നമുക്ക് കൃപ നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതം എന്നുള്ള ഈ ഒത്തുതീർപ്പിന്റെ ജീവിതമാണ്. നമ്മൾ പലതും കോംപ്രമൈസ് ചെയ്തു പോവുകയാണ്. കുഴപ്പമില്ല, മറ്റുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഞാനും ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയല്ലോ. അല്ല, നമ്മുടെ കണ്ണുകളെ സ്വർഗത്തിൽ നമ്മൾ അർപ്പിക്കണം. ഈശോയെ നമ്മൾ കണ്ടുകൊണ്ട് ജീവിക്കണം. അതായത് സ്വർഗത്തിന്റെ പൗരത്വത്തിന് ചേർന്ന ജീവിതം നയിക്കുക. അപ്പോൾ ഈ അമ്മയെ പോലെ നമ്മളും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. ആ സ്വർഗീയ ആനന്ദം നമുക്കും ദൈവം അനുവദിക്കും. അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.